ഹായ് ഫ്രണ്ട്സ്, ഗീതൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരണമുണ്ട് നല്ല അടിപൊളി ബീഫ് കൊണ്ടുള്ള ഒരു ബീഫ് സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് കൊണ്ടുള്ള സ്റ്റൂ ആണ്. നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അസാദ് ടേസ്റ്റിൽ പോണ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തിട്ട് അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ അപ്ഡേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൂ എങ്ങനെ വെക്കാൻ നോക്കാം അല്ലേ. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിക്ക് വൃത്തിക്ക് കഴുകിയെടുത്ത് കുക്കറിൽ ചേർത്തിട്ട് അതിൽ ഇടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. നല്ല രീതിക്ക് ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ആയിരിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊരു 7 8 വിസിൽ വിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അവൻ അവിടെ കിടന്ന് നല്ല രീതിക്ക് വെന്തുടഞ്ഞ് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുഴുവൻ തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ബീഫ് നല്ല രീതിക്ക് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലൊരു 6 വിസിലാണ് വിട്ടത്. അപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇടാം. ഞാനിതിലൊരു മുഴുവൻ ക്യാരറ്റും ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് ഒരു ഒറ്റ വിസിലും കൂടെ വിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പത്തൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 സവാളയും ഒരു 3-4 പച്ചമുളക് നടുവേ കീറിയതിടുക. പച്ചമുളകിന് ഒത്തിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയും കണ്ടൊക്കെ ഇടണം കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊത്തിരി മൊരിഞ്ഞൊന്നും പോകണ്ട. നമ്മുടെ ഈ സവാളയ്ക്ക് കളറൊന്ന് ചേഞ്ചായി കിട്ടിയാൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണ ആ ഒരു രീതിക്ക് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിക്ക് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫില്ലേ അതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ബീഫ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് കെട്ടി വരുമ്പോൾ നമ്മുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്രേവിയുടെ അളവനുസരിച്ച് നിങ്ങൾ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക. അല്ലെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാലും ബീഫിൻ്റെ വെള്ളം എല്ലാം കൂടെ ചേരുമ്പോൾ ഓവർ വെള്ളമായിപ്പോൾ. അപ്പോൾ അത് നോക്കി ഇങ്ങോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കുറച്ച് തിളച്ച് കെട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 3 പിഞ്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരൊറ്റ പണിയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടുപ്പ് സിമ്മിൽ വെച്ചിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ കിഡിലനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് കെട്ടി സൂപ്പറായിട്ടുള്ള സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഒറ്റ പണിയും കൂടെ ബാക്കിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സ്റ്റൂ റെഡി ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കറി തിളയ്ക്കാൻ പാടില്ല. അടുപ്പ് സിമ്മിൽ വെച്ചിട്ട് നമ്മുടെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. അല്ലെന്നാണെങ്കിൽ പാലെല്ലാം കൂടെ പിരിഞ്ഞ് കയ്യിലിരിക്കും കേട്ടോ. എന്നിട്ട് ശകലം കറിവേപ്പിലയും കൂടെ തൂകി ഒന്ന് ഇളക്കിയെടുക്കാമേ. ഇതിപ്പോൾ തിളയ്ക്കണതിൻ്റെ ചട്ടിയിൽ ചൂട് കാരണം കേട്ടോ. ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് നേരമായി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കാരണം ഇത് മൺചട്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ ചൂട് നിൽക്കുന്നതുകൊണ്ട് നമ്മളിത് ഇളക്കി കൊടുത്തില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോവും. അപ്പോൾ അതാ നമ്മുടെ കിഡിലനായിട്ടുള്ള അത്യുഗ്രൻ ടേസ്റ്റിലുള്ള ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏതിൻ്റെ കൂടെ കഴിക്കാമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവനെ നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെയോ കള്ളപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് ഇവൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ നാട്ടിൽ നിൽക്കുമ്പം ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്നും കുറച്ച് അയൽവക്കംകാർ നമുക്ക് കുറച്ച് കറികളൊക്കെ കൊണ്ടു തരുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാതിരുന്ന ടൈമിൽ എൻ്റെ നാവിൽ കൊതിച്ച് പോയൊരു കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ അന്നത്തെ അമ്മച്ചിമാരുണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് പല പ്രാവശ്യം തോറ്റു പോയിട്ട് പിൻവാങ്ങാതെ പിന്നെയും ഞാനിത് ട്രൈ ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ്. അങ്ങനെ ഹിറ്റായി പോയതാട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വിശന്ന് തുടങ്ങി, ഞാൻ ചെല്ലട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ക്രിസ്മസ് ഒക്കെ വരണുണ്ടല്ലോ, ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ പറയുന്നത് നിങ്ങളുടെ ഗീതു.